ഹലോ, ഞങ്ങൾ ഉണ്ടാക്കി കേട്ടോ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ടർക്കിഷ് മെനമൻ. അപ്പോൾ എങ്ങനെയാണെന്ന് കണ്ടാലോ. ആദ്യം ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടതിന് ശേഷം രണ്ടാക്കി കട്ട് ചെയ്ത തക്കാളി നന്നായിട്ട് അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കുക. തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ ആ സ്കിന്നൊക്കെ ഒന്ന് ഒരു പ്ലക്കർ വെച്ചിട്ട് നമുക്കതൊന്ന് ഊരി മാറ്റി കളയാം. അങ്ങനെ മൊത്തം നമ്മൾ ആ സ്കിന്ന് മാറ്റിയതിന് ശേഷം നന്നായി ഉടച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ആ വഴറ്റി വെച്ച തക്കാളി നമുക്കൊരു സൈഡിലേക്ക് മാറ്റി കൊടുത്ത് മറ്റേ സൈഡിലേക്ക് ഇതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു 1.5 ഉള്ളി നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് വഴറ്റിയെടുക്കണം. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗാർലിക്കും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഇതിലേക്ക് നമുക്കൊരു 3-4 മുട്ട ആവശ്യമുണ്ടാകും. നമുക്ക് ഈ സമയത്ത് അത് പുഴുങ്ങാൻ വെക്കാം. എന്നിട്ടത് പകുതിയാക്കി കട്ട് ചെയ്ത് മാറ്റി വെച്ചാൽ മതി. നമ്മുടെ തക്കാളിയുടെയും സവാളയുടെയും ഒക്കെ മിക്സ് ഇവിടെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ, 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടെ ചേർത്ത് 3-4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ആ മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് ഇളം ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മുടെ മിക്സർ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗ് നമുക്ക് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ ഒരു മുട്ട റോസ്റ്റിൻ്റെയൊക്കെ വേറെ ഒരു ടൈപ്പ് സാധനം. എക്സ്ട്രാ കുറച്ച് ചീസും ഒറിഗാനോ ഒക്കെ വരുന്നുണ്ടെന്നേ ഉള്ളൂ. നമ്മൾ മുട്ട വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ നമുക്കതിൽ പച്ചമുളക് ഇങ്ങനെ അതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ചീസ് ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ നമുക്ക് കുറേ ചീസ് യൂസ് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ചീസ് ഇതേപോലെ മൊത്തം ഒന്ന് എല്ലാ സ്ഥലത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അവസാനം ലേശം ഒറിഗാനോയുടെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ടർക്കിഷ് മെനമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലപ്പോൾ ചീസും ഒറിഗാനോ ഒക്കെ ഇടുന്ന സമയത്ത് അത് നല്ലൊരു ടേസ്റ്റാണ്. ഇത് ചപ്പാത്തിക്കും ബ്രെഡിനും നമുക്ക് പത്തിരിക്കൊക്കെ കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണിത്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക്